എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജിലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്നു സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കണം. ഒരു മനുഷ്യനാവുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ, വളരെ മോശമല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? തിരൂരിലൊരു പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ ഈ പെണ്ണ്? ഞാൻ അറിയ പോലുമില്ല. മൂപ്പർ അറിയ പോലുമില്ല. പക്ഷെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഏതോ സ്ത്രീ പുള്ളിയെ വിമർശിച്ചത്രേ. ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് പറയണത്. അള്ളാഹു ആയാലും ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിന്റെ വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ തോന്നിവാസം ദീനിന്റെ പേരിൽ കാണിക്കുന്ന മനുഷ്യന്മാരെ വിമർശിച്ചിട്ടാണല്ലോ. എന്റെ പ്രിയപ്പെട്ട റസ്ബി, നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഊർജ്ജം ചെലവഴിക്കപ്പെട്ടാലും നമ്മുടെ നാവിലെ വെള്ളം പറ്റി നമ്മൾ നിശ്ചലമായാലും ഇതിന് അറുതി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷിയുടെ അനുജൻ പുതിയ വീട് പണിതപ്പോൾ ആദ്യം അവർ സ്ഥാപിച്ചത് ഒരു പുതിയ കൊടിമരമാണ്. അത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ നൂർ മജ്‌ലിസിലെ പ്രധാനപ്പെട്ട കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് കൊടിമരം കാണാനും ഇവിടെ സന്ദർശിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത മജ്‌ലിസ് മുതൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇനി ഈ മനുഷ്യനൊരു പണിക്ക് പോകണോ, മറ്റെന്തെങ്കിലും തൊഴിൽ തേടി പോകണോ, ഒരു കച്ചവടം തുടങ്ങേണ്ടതുണ്ട്? ഒന്നും വേണ്ട. ഈ ഒരൊറ്റ കൊടിമരം മതി അദ്ദേഹത്തിന്റെ 10 തലമുറക്ക് തിന്നാനുള്ളത്. ഈ നാട്ടിലെ നിഷ്കളങ്കരായ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങൾ അതിനെ ചൂട്ടിക്കൊണ്ടിട്ട് കൊടുക്കും. വടക്കേ മലബാറിലെ പ്രവാസ ലോകത്ത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവൻ അധ്വാനിക്കുന്ന വിയർപ്പിന്റെ ഭാഗം വീട്ടിലേക്ക് പെണ്ണുമ്പളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ആ പൈസ അങ്ങനെ തന്നെ ഈ കൊടിമരത്തിന് ചൂട്ടിച്ചെല്ലും. റസ്ബി, നമ്മൾ പറഞ്ഞ് തോറ്റുപോകും. 100% നമ്മൾ പറഞ്ഞ് തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്തിലും അവന് ഹക്കായതുകൊണ്ടല്ല. എനിക്കും റസ്വിക്കൊക്കെ എത്ര പ്രായമുണ്ട് നോക്കൂ. ഞാൻ 34 വയസ്സുകാരനാണ്. 92-ൽ ജനിച്ച ആളാണ്. റസ്വി എൻ്റെ അനുജനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരൻ. റസ്വി നമ്മളൊക്കെ ഓതാൻ പോകുന്നതിൽ എത്രയോ വർഷം മുമ്പ് ദറസ് തുടങ്ങിയ 100 കണക്കിന് ശിഷ്യസമ്പത്തുള്ള 25 വർഷം ദറസ് നടത്തി പരിചയസമ്പന്നനായ ഒരു മുദരിസ് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ നിത്യ സന്ദർശകനാണ്. അദ്ദേഹം പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ, അത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഈ സദസ്സിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ് ഒരു പുതിയ വിവാദത്തിന് വഴി തുറക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസത്തിനെതിരായ പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ പറഞ്ഞിട്ട് ഹാരിസ് മദനിയല്ലാത്ത, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ആളുകളല്ലാത്ത വേറെ ആരാണ്, ഉമ്മോളി ഉസ്താദ് അടക്കമുള്ളവരല്ലാത്ത ആരാണ് അതിനെതിരെ പറയാൻ സന്നദ്ധമായിട്ടുള്ളത്? ആ 25 വർഷം ദർശനത്തിൽ മുദരിസ് സദസ്സിലിരിക്കുമ്പോൾ ഇത് പറയുന്നത് ഒന്ന് തോളിൽ തട്ടിയിട്ട്, തങ്ങളെ അങ്ങനെ പറയരുത്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളൊക്കെ അവർ മുനികളാണല്ലോ, അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും. അത് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, റസ്വി 2000 രൂപ ആഴ്ചയിൽ 2000 രൂപയും കോഴി ബിരിയാണിക്ക് മുമ്പിൽ വളയാത്ത നട്ടലുകൾ വളരെ തുലവും കുറവാണ്. അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ ആ നട്ടലിൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട മൗലാന പേരുടെ സ്ഥലം. ഇന്ന് എരണം കെട്ടവനെന്നും അങ്ങേയറ്റം മ്ലേച്ഛവും മോശവുമായ ഭാഷയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യാനുള്ള കാരണവും ഇത്തരം ചൂഷകന്മാരായ ആളുകൾക്ക് ഇന്നും ബഹുമാനപ്പെട്ട പേരുടെ എതിരായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, സമീപകാലത്ത് ജിന്നു മഹല്ലറ എന്ന് പറഞ്ഞു ഒരുത്തൻ കൊണ്ടു നടന്നു. എന്താണത്? ഗൾഫിൽ ഹോട്ടൽ നടത്തി പൊട്ടി പാളീസായി വന്നവൻ ഈ നാട്ടിൽ വന്നിട്ട് പുതിയൊരു കച്ചവടം തുടങ്ങി. അതാണ് ആത്മീയ ചൂഷണം. അവിടെയും നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും വന്നിട്ട് നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ തിരുത്തൽവാദികളായി വരാനുള്ള കാരണം? ഈ പറയപ്പെട്ട ജിന്നു മഹല്ലറയിലും പോകുന്നത് ഈ വേഷം ധരിച്ചവരാണ്. ഈ നാട്ടിലെ നാടന്മാരെക്കാട്ടിയും സാധാരണക്കാരെക്കാട്ടിയും കൂടി ഈ വേഷം ധരിച്ചവരാണ് അവർ സദസ്സിലുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ നമ്മളെങ്ങനെ കുറ്റം പറയും? നിഷ്കളങ്കരായ ഉമ്മമാരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും? അപ്പം ഈ സദസ്സുകളൊക്കെ വിജയിപ്പിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഊർജം, നമ്മുടെ തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഇതേ വേഷം ധരിച്ച നമ്മളെക്കാൾ പരിചയസമ്പന്നരായ ആളുകൾ, ഈ പറയപ്പെട്ട ചൂഷകന്മാരും ഒരു ഇൽമുമില്ലാത്ത ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും
സപ്പോർട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ സമുദായത്തിൽ നമ്മുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോവുകയല്ലേ? ആ സമയത്ത് ഹൈറായ പരിപാടി വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മക്കളോടൊപ്പം നമ്മളെ ചെലവഴിക്കുന്നതായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഉസ്താദേ. ഇതിൻ്റെയൊക്കെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഈ മേലനങ്ങാതെ തടിയനങ്ങാതെ ഇങ്ങനെ പൈസ വരുന്ന ആളുകൾ കൊണ്ടുവന്ന് 5000-വും 10,000-വും ലക്ഷക്കണക്കിന് രൂപ, ചിലപ്പം 7 ലക്ഷമൊക്കെ അങ്ങനെ റബ്ബറിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. കണ്ണ് കാണാത്തവർ പഠിക്കുന്ന, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള, അതുപോലെ ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ദർശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 100 കണക്കിന് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനങ്ങൾ അനുദിനം മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോ വീടിൻ്റെയും ഉമ്മറപ്പടിയിൽ റിസീവർമാർ വന്ന് കൈനീട്ടുകയാണ്. ഈ പൈസ ഒക്കെ അത്തരം ദർസുകൾക്ക് കൊടുത്താൽ, ആ കുഞ്ഞുങ്ങൾ 10 കിതാബ് വാങ്ങി ഓതിയാൽ നിലക്കാത്ത പ്രതിഫലം, പരലോകത്ത് നിശ്ചലമാകാത്ത പ്രതിഫലം അവർക്ക് കിട്ടൂലേ? നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക.